ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സെൻട്രോയിഡ് ഇത് തേർഡ് മൊഡ്യൂളാണ്. അപ്പോൾ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പാർട്ട് ഇതാണ് കൂടുതലും കമ്പാരിറ്റീവ്ലി സിമ്പിളാണ്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യാണ്. അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള സെൻട്രോയിഡ് നമ്മൾ തൽക്കാലം നോക്കാം. ശരി, അപ്പോൾ ആദ്യമായിട്ട് എന്താണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ വൈസ് ഇത്രയേ ഉള്ളൂ, ദ പോയിൻറ്റ് വെയർ ഹോൾ മാസ് ഈസ് സപ്പോസ് ടു ബി കോൺസെൻട്രേറ്റഡ്. അതായത് നമുക്കൊരു പോയിൻ്റ് പാർട്ടിക്കിൾ വളരെ എന്താ പറയുക, ഒരു സിംഗിൾ പോയിന്റിൽ ഉൾക്കൊള്ളുന്ന രീതിയിലൊരു പാർട്ടിക്കിൾ കിട്ടുവാണെങ്കിൽ അതിലേക്കൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ആക്സിലേഷൻ കണ്ടുപിടിക്കാൻ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് വെച്ചിട്ട് ആക്സിലേഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡ് ബൈ മാസ്. ഇങ്ങനൊരു ഫോർമുല ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് ഒരു കളക്റ്റീവ് പോയിന്റ്, ഒരുപാട് പാർട്ടിക്കിൾസിൻ്റെ കളക്റ്റീവ് ആയിട്ടുള്ള ഇങ്ങനൊരു റെഗുലർ ഓബ്ജക്റ്റ്, ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് മാസ്സുള്ള റെഗുലർ ഓബ്ജക്റ്റ് ആണെങ്കിൽ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആക്സിലേഷൻ നമുക്ക് ഈ സിമ്പിൾ ഇക്വേഷൻ പോലെ കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ. കാരണം പല പോയിന്റിലും പല ബിഹേവിയർ ആയിരിക്കും കാണിക്കുക. ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാകും, നമ്മൾ സ്കൂൾ ടൈമിൽ പെൻ ഫൈറ്റ് കളിച്ചിട്ടുണ്ടാവും അല്ലേ. പെൻ ഫൈറ്റ് കളിക്കുമ്പോൾ നമ്മൾ ഫോഴ്സ് ഇവിടെ കൊടുക്കുക, ഈ പോയിന്റ് കൊടുക്കാം. ഈ പോയിന്റ് കൊടുത്താൽ നമ്മുടെ പെൻ ട്രാൻസ്ലേറ്റ് മീൻസ് ഒരു ലീനിയർ പാത്തിലൂടെ മൂവ് ചെയ്യുകയാണോ ചെയ്യുക, അതോ റൊട്ടേറ്റ് ചെയ്തിട്ടായിരിക്കും പോവുക ആണ്. ഒബ്വിയസ്ലി നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ നമ്മുടെ പെൻ എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യും, ക്ലിയർ എബൌട്ട് സം പോയിന്റ്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ആയിരിക്കും പോവാം അല്ലേ. ഇങ്ങനെ വരച്ചത് പെട്ടെന്ന് വരയ്ക്കുന്നുണ്ട്, ഇങ്ങനെ ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ സെയിം പെൻ തന്നെ ഉദ്ദേശിക്കും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്യും, ഇങ്ങനെ ആയിരിക്കും പോവാം. അതേ സമയത്ത് ഇതേ പെൻ തന്നെ എടുത്തിട്ട് അതിൻ്റെ ഒരു മിഡ് പോയിന്റ്, ഒരു യൂണിഫോം പേനയാണെങ്കിൽ എനിക്ക് പറയാം ഏകദേശം ഒരു മിഡ് പോയിന്റിൽ നമ്മളൊരു ഷോട്ട് കട്ട് കൊടുക്കുകയാണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യത്തില്ല, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നെ പോകുന്നുണ്ടാവും. അതായത് ഒരു പോയിന്റ് പാർട്ടിക്കിൾ എങ്ങനെയാണോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ, അതേപോലെ ഇവിടെ ഫോഴ്സ് ആ സെൻറ്റർ പോയിന്റിൽ വരുവാണെങ്കിൽ, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വരുവാണെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ? അതായത് ഈ പോയിന്റിൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിഹേവ് ലൈക്ക് എ പാർട്ടിക്കിൾ, ഒരു പാർട്ടിക്കിൾ പോലെ ബിഹേവ് ചെയ്യും. അപ്പോൾ എന്തോ സ്പെഷ്യാലിറ്റി ഉള്ള പോയിന്റ് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്, മനസ്സിലായോ? അപ്പോൾ ഒരു റെഗുലർ ഓബ്ജക്റ്റിൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല, പക്ഷേ ഈ ഒരു സ്പെഷ്യൽ പോയിന്റിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടാവും. അതേ പോയിന്റിൽ തന്നെ നമുക്ക് മറ്റൊരു കാര്യം ഒബ്സർവ് ചെയ്യാൻ പറ്റും, വി ക്യാൻ ബാലൻസ് ദാറ്റ് പെൻ. ആ പേനയെ നമുക്ക് ആ പോയിന്റിൽ ബാലൻസ് ചെയ്യാൻ പറ്റും അല്ലേ. നമ്മൾ വിരലിൻ്റെ അടുത്ത് വെക്കുകയാണെങ്കിൽ ആ സെൻട്രൽ പോയിന്റിലാണ് പിടിച്ചെങ്കിൽ നമുക്ക് അതിനെ ബാലൻസ് ചെയ്ത് ഇങ്ങനെ പിടിക്കാൻ പറ്റും. ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്കൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് റെക്കോർഡ് എടുത്ത് നോക്കുവാണെങ്കിൽ ഹാർഡ് ബൈൻഡുള്ള ബുക്ക്, അപ്പോൾ അതിനെ എളുപ്പത്തിൽ ബാലൻസ് ചെയ്യത്തോടെ നമ്മൾ അതിൻ്റെ സെൻറ്ററിലല്ലേ വെക്കുക. അപ്പോൾ എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ട്, അതായത് ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് എബോട്ടായിട്ട് നമുക്ക് ഈ ഓബ്ജക്റ്റിനെ ഒരു പാർട്ടിക്കിളായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ സ്പെഷ്യൽ പോയിന്റിനെ നമ്മൾ എന്തായിട്ട് വിളിക്കുക, സെൻറ്റർ ഓഫ് മാസ് ആയിട്ട് വിളിക്കാം. അപ്പോൾ ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ, ഇറ്റ്സ് എ പോയിന്റ് വെയർ ഹോൾ മാസ് ഈസ് സപ്പോസ് ടു ബി കോൺസെൻട്രേറ്റഡ്. ഇറ്റ്സ് എ പോയിന്റ്, സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പോയിന്റ്, ഒരു സെൻറ്റർ ഒരു ലൊക്കേഷനാണ്. ഇറ്റ്സ് എ പോയിന്റ് വെയർ whole mass of an object is supposed to be concentrated. അതായത് ഇതിനെ ഒരു പാർട്ടിക്കിൾ ലൈക്ക് ബിഹേവിയർ കാണിക്കുന്ന ഒരു സ്പെഷ്യൽ പോയിന്റ് ആണത്. അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു പോയിന്റ് കൂടെ എൻ്റെ കൂടെ പറയാം. We can treat an object as a point particle at the center of mass point. ക്ലിയർ? ആ പോയിന്റിൽ നമുക്ക് അതിനെ ഒരു പാർട്ടിക്കിളായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ നമ്മൾ ഒരു ഫോഴ്സ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ട്രാൻസ്ലേറ്റ് ലൈക്ക് എ പാർട്ടിക്കിൾ, ഒരു പാർട്ടിക്കിളിനെ പോലെ ആക്സിലേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യം. വി ക്യാൻ ബാലൻസ് ദാറ്റ് ഓബ്ജക്റ്റ് അബൌട്ട് ദാറ്റ് പോയിന്റ്. ഇതാണ് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിംഗിൾ പോയിന്റ് ആണെങ്കിൽ ഓക്കെ, ഒരു കളക്ഷൻ ഓഫ് പോയിന്റ്സ് വരുവാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് നമ്മൾ ആദ്യം പഠിക്കാം. അതായത് എനിക്കിവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട് ഹാവിങ് മാസ് m1, അടുത്ത പാർട്ടിക്കിൾ ഉണ്ട് മാസ് m2, അടുത്ത പാർട്ടിക്കിൾ ഉണ്ട് മാസ് m3. ഇത് XY കോർഡിനേറ്റ് ആണെങ്കിൽ, ആ ഒരു പ്ലെയിനിലുള്ള കോർഡിനേറ്റ് ആണെങ്കിൽ അവിടെ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സിന് x1 y1, അതേപോലെ x2 y2, അതേപോലെ x3 y3 എടുക്കുകയാണെങ്കിൽ
സെൻട്രൽ മാസ് ലൊക്കേഷൻ സംവെയർ ഹിയർ, ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇവരെല്ലാം കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ക്ലിയർ, അതിനെ സെൻട്രൽ മാസ് എന്ന് വിളിക്കുക. ആ സെൻട്രൽ മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഓക്കെ, ഓരോ മാസിനും അതിൽ x1 x2 x3 എന്നൊക്കെ പറയുന്ന പോലെ എക്സ് കോർഡിനേറ്റ്സ് ഉണ്ട്. അങ്ങനെയാണ് ഇവരുടെ കളക്റ്റീവായിട്ട് സെൻട്രൽ മാസ് ലൊക്കേഷൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഫോമുല ഇതാണ് m1 x1 പ്ലസ് m2 x2 പ്ലസ് m3 x3. ഇവിടെ 3 പാർട്ടിക്കിൾ ഉണ്ടായിട്ട് ഇങ്ങനെ ഒരുപാട് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ പ്ലസ് എക്സെട്ര അങ്ങനെ ആഡ് ചെയ്തിട്ട് വി വിൽ ഡിവൈഡ് വിത്ത് ടോട്ടൽ മാസ് ഓഫ് സിസ്റ്റം m1 പ്ലസ് m2 പ്ലസ് m3 പ്ലസ് എക്സെട്ര. 3 ഉണ്ടായിട്ട് 3 നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം ഇക്വേഷൻ. ഓക്കെ, അതേപോലെ YCMഉം സെയിം ഒരു ഫോമുലയാണ് വരിക. m1 y1 പ്ലസ് m2 y2 പ്ലസ് എക്സെട്ര ഡിവൈഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 എക്സെട്ര. ഇങ്ങനെ വരും. അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിളായിട്ട് ഞാൻ വേണമെങ്കിൽ പറയാം. എന്താ നോക്കി, ഇവിടെ ഇങ്ങനെ ഒരു സർക്കിൾ പാർട്ടിക്കിളാണ് ഉപയോഗിക്കുക. ഒരു പാർട്ടിക്കിൾ ഒറിജിനലാണ്, ഒരു പാർട്ടിക്കിൾ ഇവിടെയാണ്, ഒരു പാർട്ടിക്കിൾ ഇവിടെയാണ്. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് നമുക്ക് എക്സ് ആക്സിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡിസ്റ്റൻസ് 2,0 എടുക്കാം. ഇത് ഒറിജിനാണ് 0 0, അത് ഇതേപോലെ 0,2 ഉണ്ടാവും. അങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ മാസസ് ഇത് 2 കിലോഗ്രാം, ഇത് 1 കിലോഗ്രാം, 3 കിലോഗ്രാം ഇരിക്കുക. അപ്പോൾ ഇവരുടെ മൂന്നിനും കളക്ട് ചെയ്യേണ്ട സെൻട്രൽ മാസ് എവിടെയെങ്കിലും ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടായിരിക്കും, നമുക്കറിയില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നോക്കാം. XM കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം ഇതിനെ 1 എന്ന് വിളിക്കുകയാണ്. ഇത് രണ്ടാമത്തെ പാർട്ടിക്കിൾ, ഇത് മൂന്നാമത്തെ പാർട്ടിക്കിൾ. നിങ്ങൾക്ക് ഏത് ഓർഡർ എടുക്കാം, കുഴപ്പമില്ല, നമ്മുടെ ചോയ്സാണ്. ശരി, അപ്പോൾ നമ്മുടെ ഫോമുല എന്താണ്? m1 x1 പ്ലസ് m2 x2 പ്ലസ് m3 x3 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3. അപ്പോൾ ആദ്യത്തെ മാസം 2 കിലോഗ്രാം, അയാളുടെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. ഓക്കെ, ഒറിജിനലാണ്. പ്ലസ് രണ്ടാമത്തെ ആൾ 1 കിലോഗ്രാം, അയാളുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ് 2 അല്ലേ, 2 കൊടുക്കുക. പ്ലസ് m3 എന്ന് പറയുന്നത് 3 കിലോഗ്രാം ആണ് അല്ലേ. അയാളുടെ എക്സ് കോർഡിനേറ്റ് y ആക്സിലാണ്, അതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് 0 ആണ്. ഹോൾ ഡിവൈഡ് ടോട്ടൽ മാസ് 3 + 2 + 1 എന്ന് പറയുമ്പോൾ 6 വരും അല്ലേ. അപ്പോൾ ഇത് 0 ആയി, ഇത് 0 ആയി. അപ്പോൾ 2/6 അഥവാ 1/3 എന്ന് പറയുന്ന ലൊക്കേഷനിലായിരിക്കും ഉണ്ടാവും. ക്ലിയർ. അപ്പോൾ നമ്മുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 1/3 ഉണ്ടാവും. YCM ഇതേപോലെ കണ്ടുപിടിക്കാൻ പറ്റും. സോ YCM എന്ന് പറയുമ്പോഴത്തേക്ക് YCM = m1 y1 പ്ലസ് m2 y2 പ്ലസ് m3 y3 ഹോൾ ഡിവൈഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3. നോക്കാം, ആദ്യത്തെ 2 കിലോഗ്രാം ആണ്, അയാളുടെ y കോർഡിനേറ്റ് 0, ഒറിജിനൽ അല്ലേ, 0 ആണ്. അടുത്ത m2 എന്ന് പറയുന്ന മാസ് 1 കിലോഗ്രാം ആണ്, അയാളുടെ എക്സ് ആക്സിലാണ്ട് അയാളുടെ y കോർഡിനേറ്റ് 0 ആണ്. തേർഡ് മാസ് 3 കിലോഗ്രാം ആണ്, അയാളുടെ y കോർഡിനേറ്റ് 2 ആണ്. ഡിവൈഡ് ബൈ താഴെ 2 + 1 3 + 3 6 വരും. അപ്പം ഇത് 0 ആയി, ഇത് 0 ആയി, ഇത് 6 ഉണ്ട്, 6/6 1 വരും. അപ്പോൾ 1/3, 1 എന്ന് പറയുന്ന കോർഡിനേറ്റിലേക്ക് നമുക്ക് സെൻട്രൽ മാസ് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എക്സാമിന് ഇതേപോലെ എഴുതണം. XCM YCM വിൽ ബി ഈക്വൽ ടു 1/3, 1. സോ ഇതായിരിക്കും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. ഒരു 3 പാർട്ടിക്കിൾ എടുത്താൽ അവരുടെ സെൻട്രൽ മാസ് എവിടെ വരാം, അതായത് ഈ 3 പാർട്ടിക്കിൾ ചേർന്ന ഒരു സിസ്റ്റത്തിന് സെൻട്രൽ മാസ് എവിടെ ആയിരിക്കും, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എൻ്റെ പ്രോബ്ലവും ചെയ്യാം, സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ശരി. അപ്പോൾ ഇത് ഇൻട്രൊഡക്ഷനാണ്.